നമുക്ക് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും വൃത്തിയുള്ള ഒരു അടിപൊളി ബീച്ചുണ്ട്, പറവണ്ണ ബീച്ച്. അവിടേക്കൊന്ന് പോയി നോക്കിയാലോ. ഇത് ഗോവ കടൽ തീരങ്ങൾ പോലെ മരങ്ങൾ നിറഞ്ഞതുകൊണ്ട് മലപ്പുറത്തിൻ്റെ മിനി ഗോവ എന്നും പറയാം. തീരത്തുടനീളം നല്ല ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആ മരത്തിൽ കയറി കളിക്കാം, ആടിത്തിമിർക്കാം. അടിപൊളി നീല ബീച്ചും കണ്ട് നല്ല കടൽക്കാറ്റേറ്റ് മീൻപിടുത്തക്കാർ ബോട്ടിൽ മീൻ പിടിക്കുന്ന വല വീശുന്ന ആ ദൂര കാഴ്ചകളും ഇവിടെ ഇരുന്ന് കാണാം. അതും നമുക്ക് നല്ല കരിങ്കൽ ഇരിപ്പിടങ്ങളുണ്ട്. ഇതിൽ ഇരുന്നോ കെടുന്നോ എങ്ങനെ വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം. സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ദിവസം ഇവിടെ ചെലവഴിക്കാം. കുട്ടികളൊക്കെ നല്ല സാഹസികമായിട്ട് മരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് കയറുന്നത്. ഉച്ച കഴിയുമ്പോൾ നല്ല വെയിലാണെങ്കിലും ഈ മരത്തിന് ചുവട്ടിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ നല്ല തണലുമുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരുന്ന ഒരു അടിപൊളി ഐസ്ക്രീം കഴിക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം ഷോപ്പുകൾ, അതുപോലെ തന്നെ നല്ല ചായക്കട, നല്ല പൊരിക്കടികളും അടിപൊളി ചായയാണ് അവിടെ ഉള്ളത്. പറവണ്ണ ബീച്ചിൽ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ബീച്ചിനടുത്ത് വരെ റോഡ് എത്തുന്നത് കൊണ്ട് യാത്രാമാർഗം എളുപ്പമാണ്. സാറ്റർഡേ സൺഡേ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ നിർത്തിയിട്ടുള്ള ബോട്ടുകളെടുത്ത് സെൽഫി എടുക്കാനും മറ്റൊക്കെ സൗകര്യം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ബോട്ട് കടലിറക്കുന്ന കാഴ്ചയും കാണാം കേട്ടോ. നാട്ടുമ്പുറത്തുകാരായിട്ടുള്ള ചെറിയ മീൻപിടുത്തക്കാർ ഏകദേശം ഈ തിരമാലിനെ അവഗണിച്ചുകൊണ്ട് കരയുടെ അടുത്ത് നിന്നിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് എപ്പോഴും കാണാം. അവർക്ക് നല്ല പിടക്കുന്ന മീൻ കുറച്ചേ ഉണ്ടാവുള്ളൂ, എങ്കിലും ആ വലയിൽ നിന്ന് പിടിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട്. ശനി ഞായർ അവധി ദിവസങ്ങളിൽ ആ ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇവിടുന്ന് പലപ്പോഴും ബോട്ടുകൾ വെള്ളത്തിലിറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം, നല്ല ഇരിക്കാൻ സൗകര്യത്തിലുള്ള കരിങ്കൽ കെട്ടുകൾ, അതേപോലെ തന്നെ മാർബിളിൽ അതുപോലെ ഗ്രാനൈറ്റിലൊക്കെ തീർത്തുള്ള ബെഞ്ചുകളും ഉണ്ട്. ഇനി ആ കടലിലും ഇറങ്ങി കുറേ കുട്ടികൾ ചാടി കളിക്കുന്നുണ്ട്. അതവിടെ എക്സ്പീരിയൻസ് ഉള്ള ആ പ്രദേശത്തുള്ള കുട്ടികളാണ്. നമുക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു മൂളിപ്പാട്ടും പാടി ആ നീലക്കടലിലോട്ട് നോക്കി അവിടെ എൻജോയ് ചെയ്യാം. ഇവിടെ ടിക്കറ്റൊന്നുമില്ല, എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേട്ടോ.